സാർ, നമുക്കറിയാം ഒരുപാട് ഹൃദ്രോഗികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്തവരായിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ മരുന്നുകൾ മൂലം ഹൃദയത്തിന് മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാരായിക്കോട്ടെ. ഈ ഹൃദയത്തിന് മരുന്ന് കഴിക്കുന്ന അല്ലെങ്കിൽ ഹൃദ്രോഗികൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാനുള്ള സാധ്യതയുണ്ട്? ഇപ്പോൾ ഒരു ഹൃദയാഘാതം സംഭവിച്ച വ്യക്തികളെ എടുത്തു കഴിഞ്ഞാൽ ഹൃദയാഘാതം സംഭവിക്കുന്ന ആളുകളിൽ 25% ആളുകൾക്ക് ഈ ഹൃദയാഘാതം കഴിഞ്ഞുള്ള 3 മാസത്തിനകം വിഷാദരോഗം അഥവാ ഡിപ്രഷൻ വരാനുള്ള സാധ്യതയുണ്ടെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അപ്പോൾ വിഷാദരോഗം എന്ന് പറയുമ്പോൾ ഈ ശാരീരിക രോഗങ്ങളുള്ള ആളുകളിൽ വിഷാദരോഗം വന്നാൽ തിരിച്ചറിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ശാരീരിക ക്ഷീണം എന്നുള്ള ഒരവസ്ഥ ഈ ശാരീരിക രോഗത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടാവും. സഞ്ചരിക്കാനുള്ള പരിമിതികളൊക്കെ അവർക്കുണ്ടാവും. പക്ഷേ ഈ ഹൃദ്രോഗികളിലെ വിഷാദരോഗം തിരിച്ചറിയാൻ ചില വ്യക്തമായ ലക്ഷണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, വളരെ ഭയവിഹ്വലമായ ഒരു മുഖഭാവം, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കണ്ണിൽ കണ്ണുനീര് വരുന്ന ഒരു അവസ്ഥ, ഒരു കരച്ചിൽ തന്നെ വരുന്ന ഒരവസ്ഥ അവരിൽ കാണാം. എൻ്റെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ, എൻ്റെ ജീവിതം നശിച്ചു പോയല്ലോ എന്നുള്ള രീതിയിലുള്ള ചില പരിതപനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് വന്നിരിക്കും. ഒന്നും ശരിയാകില്ല, ഒന്നും നേരെയാകില്ല, എന്ത് ശ്രമിച്ചാലും നമ്മൾ രക്ഷപ്പെടില്ല എന്നുള്ള വളരെ നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികൾ അവർ പ്രകടിപ്പിക്കും. ദീർഘനേരം ചിന്തയിൽ മുഴുകിയിരിക്കുന്ന ഒരവസ്ഥ അവരിൽ കാണാനായിട്ട് കഴിയും. ഒരു തമാശ കേട്ടാലോ ഒരു സിനിമ കണ്ടാലോ ഒന്നും ചിരിക്കാനോ ആസ്വദിക്കാനോ കഴിയാത്തൊരു മനോഭാവമായിരിക്കും. സാമൂഹ്യമായ ബന്ധങ്ങൾ താല്പര്യമില്ലാതെ ഒറ്റപ്പെട്ട് എപ്പോഴും ഒറ്റയ്ക്കിരിക്കുക എന്നുള്ളതായിരിക്കും അവർ കാണിക്കുന്ന പ്രധാന ലക്ഷണങ്ങൾ. അപ്പോൾ ഇത്തരം ലക്ഷണങ്ങൾ എന്തെങ്കിലും ഒരു ഹൃദയാഘാതം വന്ന ഒരു വ്യക്തി പ്രദർശിപ്പിച്ചാൽ തീർച്ചയായിട്ടും ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ്റെ സേവനം തേടി അദ്ദേഹത്തിന് വിഷാദരോഗമുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. കാരണം ഈ ഹാർട്ട് അറ്റാക്ക് വന്ന ഒരാളിന് വിഷാദരോഗം വന്നാൽ ആ വിഷാദരോഗം ചികിത്സിക്കാതെ ഇരുന്നാൽ അടുത്ത 1 വർഷത്തിനുള്ളിൽ ഒരിക്കൽ കൂടെ ഹൃദയാഘാതം വരാനുള്ള സാധ്യത 4 മടങ്ങ് തൊട്ട് 6 മടങ്ങ് വരെ കൂടുതലാണ് ചികിത്സ എടുക്കുന്നവരുമായി താരതമ്യം ചെയ്യുമ്പോൾ. അപ്പോൾ ഇന്ന് പല ഗവേഷണ പഠനങ്ങളും വളരെ നന്നായി അംഗീകരിച്ചൊരു സത്യമാണ്, വിഷാദരോഗം ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി ചികിത്സിക്കുന്നത് തുടർന്നുള്ള ഹൃദയാഘാതം തടയാൻ വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. സ്വാഭാവികമായും പല ആളുകൾക്കും സംശയം തോന്നാം, ഈ ഹൃദ്രോഗത്തിന് തന്നെ 1 ഡസൻ മരുന്നുകൾ കഴിക്കുന്നു, ഇനി ആ മരുന്നുകളും വിഷാദരോഗത്തിൻ്റെ മരുന്നുകളും തമ്മിൽ പ്രതിപ്രവർത്തനം ഉണ്ടാകുമോ? വിഷാദരോഗത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ മൂലം എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ? ഇതിന് വളരെ വ്യക്തമായ ഉത്തരമുണ്ട്. വിഷാദരോഗത്തിന് ഉപയോഗിക്കുന്ന പുതിയ തരം ഔഷധങ്ങൾ കാര്യമായ പാർശ്വഫലങ്ങളില്ലാത്ത മരുന്നുകളാണ്. മാത്രമല്ല ഹൃദ്രോഗത്തിന് ഉപയോഗിക്കുന്ന എല്ലാ മരുന്നുകളുടെയും കൂടെ ധൈര്യമായി ചേർത്ത് ഉപയോഗിക്കാവുന്ന മരുന്നുകളുമുണ്ട്. മാത്രമല്ല ഇപ്പോൾ പുതിയ ചില വിഷാദവിരുദ്ധ ഔഷധങ്ങളുടെ മറ്റൊരു ഗുണം കൂടെയുണ്ട്. ഈ വിഷാദവിരുദ്ധ ഔഷധങ്ങൾ ഈ രക്തം കട്ട പിടിക്കുന്നത് തടയാൻ സഹായിക്കുന്ന ചില ഗുണങ്ങൾ കൂടെ ചെറിയ തോതിലുണ്ട്. നമ്മളിപ്പോൾ ആസ്പിരിൻ ഗുളിക പോലെ അത്രത്തോളം ശക്തമായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പോലും ചെറിയ തോതിലെങ്കിലും രക്തം കട്ട പിടിച്ച് വീണ്ടും ഒരു ഹൃദയാഘാതം വരുന്നത് തടയാൻ ഈ വിഷാദവിരുദ്ധ ഔഷധങ്ങളിൽ ചിലതിന്, ആൻറ്റി ഡിപ്രസൻസിൽ ചിലതിന് കഴിയുമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വിഷാദരോഗം ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുകയും ചികിത്സിക്കുകയും ചെയ്യേണ്ടത് ഹൃദയാരോഗ്യം ദീർഘകാലം നീണ്ടു നിൽക്കാൻ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. അതുപോലെ ആൻജിയോപ്ലാസ്റ്റിയോ ഏതെങ്കിലും ഹൃദയാഘാതം വന്ന ഒരാളുടെ അടുത്ത് ഒരുപക്ഷെ ഡോക്ടർ ചെല്ലുമ്പോൾ പറയുക, ഇനി സ്മോക്ക് ചെയ്യരുത്, അല്ലെങ്കിൽ മദ്യപിക്കരുത്, അല്ലെങ്കിൽ ഇനി സ്മോക്ക് ചെയ്യേണ്ട അവസ്ഥ കഴിഞ്ഞു, നിങ്ങളുടെ ഹൃദയത്തിന് ഇപ്പോൾ അടഞ്ഞിരിക്കുകയാണ്, അത് പാടാനുണ്ടാകുന്ന ഒരു റീസൺ നിങ്ങളുടെ ഒരു ക്രോണിക് സ്മോക്കിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള മദ്യപാനമായിരിക്കാം, ഇതൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു അദ്ദേഹത്തെ വിടുന്നു. അദ്ദേഹം ഒരു 6 മാസമോ 7 മാസമോ കഴിഞ്ഞ് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ജീവിതം ആരംഭിക്കുമ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടുന്നു. അതുപോലെ ഈ ഹൃദ്രോഗികൾ ലഹരി ഉപയോഗിക്കുന്നത് കൂടുതൽ അപകടകരമാണോ? അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ചില സന്ദേശങ്ങൾ നമ്മുടെ നാട്ടുകാർക്ക് എല്ലാം അറിയാവുന്നൊരു കാര്യമുണ്ട്. പല ഡോക്ടർമാർ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ചെറിയ അളവിൽ മദ്യപിക്കുന്നത് ഹൃദയാരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ ചില അന്താരാഷ്ട്ര പഠനങ്ങളുടെ ഭാഗമായി വന്ന ഒരു അറിവാണത്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പലപ്പോഴും കാണുന്നത്, ഈ ചെറിയ അളവ്, അതായത് 2 പെഗ് മദ്യം എന്ന് പറഞ്ഞ അളവിലേക്ക് ലിമിറ്റ് ചെയ്യാൻ ഭൂരിപക്ഷം ആളുകൾക്കും കഴിയാറില്ല. മാത്രമല്ല ഈ പാശ്ചാത്യ രാജ്യത്ത് ചെറിയൊരളവിൽ മദ്യപിക്കുന്ന ദീർഘനേരം സമയമെടുത്താണ്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അവർ പല തരം വ്യായാമങ്ങളും ഒക്കെ ചെയ്യാറുണ്ട്, ഭക്ഷണം അവർ ശ്രദ്ധിക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ പലപ്പോഴും മദ്യപിക്കുമ്പോൾ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ഭക്ഷണ രീതിയുണ്ട്. വളരെ കൊഴുപ്പ് കൂടിയ മാംസപദാർത്ഥങ്ങളൊക്കെ വളരെ ഫ്രൈ ചെയ്ത് അല്ലെങ്കിൽ വളരെ മസാല കലർത്തി ഉപയോഗിക്കുക. അളവിങ്ങനെ കൂടിക്കൂടി വരും.
മദ്യപാനത്തിൻ്റെ കൂടെ സിഗരറ്റ് വലി അനുബന്ധമായിട്ടുണ്ടാവും, വ്യായാമം എന്നൊരു സംഗതിയേ ഉണ്ടാകുകയില്ല. ഇതിൻ്റെ എല്ലാം കൂടെ മാനസിക സമ്മർദ്ദവും കൂടെ ആകുമ്പോൾ ഈ ചെറിയ അളവിൽ മദ്യപിക്കുന്ന വ്യക്തിക്ക് പോലും ഹൃദയാഘാത സാധ്യത കൂടുന്നതായിട്ടാണ് നമ്മുടെ നാട്ടിലെ പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, പുകവലി എന്ന സംഗതി പരിപൂർണമായി നിർത്തേണ്ടത് ആവശ്യമാണ് ഈ ഹൃദ്രോഗം ബാധിച്ച ഒരു വ്യക്തി. കാരണം പുകവലിക്കും തോറും നിക്കോട്ടിൻ എന്ന ഒരു ഘടകം രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടും, ഹൃദയത്തിലേക്കുള്ള രക്തക്കുഴലുകൾ കൂടുതൽ അടയാൻ അത് കാരണമാകും, വീണ്ടും ഹൃദയാഘാതം വരാനുള്ള സാധ്യത അത് വളരെയധികം വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം പുകവലി നിർമ്മാർജ്ജനം സാധ്യമാവണം. ഇതിന് സ്വന്തം നിലയ്ക്ക് കഴിയാത്ത ആളുകൾക്ക് ഒരു ഡോക്ടറുടെ സഹായത്തോടു കൂടി ചില മരുന്നുകൾ ഉപയോഗിച്ച് പുകവലിയോടുള്ള ആസക്തി കുറച്ചു കൊണ്ടുവന്നത് നിർത്താനായിട്ട് സാധിക്കും. മദ്യത്തിൻ്റെ കാര്യം പറഞ്ഞാലും മദ്യവും ഒരു പരിധിയിൽ കൂടുതൽ അമിതമായിട്ട് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് അത് തകരാറ് തന്നെയാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്തൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു ബൈപ്പാസ് ശസ്ത്രക്രിയ കഴിഞ്ഞൊരു വ്യക്തി, അദ്ദേഹം ഒരുപാട് സ്ട്രെയിൻ ചെയ്യാൻ പാടില്ലാത്ത, ഒരുപാട് സമ്മർദ്ദം ശാരീരികമായിട്ട് താങ്ങാൻ ബുദ്ധിമുട്ടുള്ളൊരു വ്യക്തിയാണ് കുറച്ച് നാളത്തേക്കെങ്കിലും. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ബൈപ്പാസോ ആൻജിയോപ്ലാസ്റ്റിയോ കഴിഞ്ഞിരിക്കുന്നൊരു വ്യക്തി മദ്യപിക്കുന്നു, മദ്യം അമിതമായതുകൊണ്ടോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ അദ്ദേഹത്തിന് ഛർദ്ദിക്കേണ്ട ഒരു സാഹചര്യം വരുന്നു, അത് അദ്ദേഹത്തിൻ്റെ ഹൃദയാരോഗ്യത്തെ മോശമായിട്ട് ബാധിക്കാവുന്നൊരു ഘടകമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ടാണ് മദ്യപാനവും കഴിയുമെങ്കിൽ പൂർണ്ണമായി നിർത്തുന്നതാണ് ഒരു ഹൃദയാഘാതം വന്നൊരു വ്യക്തിക്ക് നല്ലത്. അപ്പോൾ അതിനും ഈ പറഞ്ഞതുപോലെ സ്വന്തം നിലയ്ക്ക് അത് സാധ്യമാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു മനോരോഗ വിദഗ്ധൻ്റെ അഭിപ്രായപ്രകാരം ചികിത്സയെടുത്ത് ഈ മദ്യപാന ശീലത്തിൽ നിന്ന് മോചനം നേടാൻ ശ്രമിക്കണം.